Good day viewers, welcome to Chinsa. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഗേൾസിന് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ളൊരു സാധനമാണിത്. എല്ലാ മാസവും അത്യാവശ്യമുള്ളൊരു സാധനമാണ്. എല്ലാ മാസവും ഒരു ഗേളിന് അത്യാവശ്യമായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് സാനിറ്ററി പാഡ്സ് ആണ്. സാനിറ്ററി പാഡ്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണിത്. ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് മെൻസ്ട്രുവൽ കപ്സ് ആണ്. അപ്പോൾ ഞാൻ മെൻസ്ട്രുവൽ കപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. 2 ബ്രാൻഡിൻ്റെ മെൻസ്ട്രുവൽ കപ്സ് ആണ്. ഇതിൻ്റെ റിവ്യൂ വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാവുന്നതാണ്, എല്ലാ ഗേൾസിനും മന്ത്ലി പീരീഡ്സ് ആവാറുണ്ട്. അപ്പോൾ ഇറ്റ് ഡിപ്പെൻസ് ആണ്. 28 ഡേയ്സ് മുതൽ സൈക്കിൾ ലെങ്ത് വരുന്നത് 28 ഡേയ്സ് മുതൽ 35 to 36 ഡേയ്സ് വരെയാണ് മെൻസ്ട്രുവൽ സൈക്കിൾ വരുന്നത്. അതായത് ഓരോ മാസവും 28 ദിവസം കൂടുമ്പോൾ നിങ്ങൾക്ക് മെൻസ്ട്രുവൽ സൈക്കിൾ അല്ലെങ്കിൽ പീരീഡ്സ് ആവുന്നതായിരിക്കും. അപ്പോൾ യൂസ് ചെയ്യാനുള്ള പാഡ്സ് അവൈലബിൾ ആണ്. സാനിറ്ററി പാഡ്സ് പല പ്രോഡക്ട്സ് പല ബ്രാൻഡിൻ്റെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ തന്നെ ഒരുപാട് ബ്രാൻഡിൻ്റെ സാനിറ്ററി പാഡ്സ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് സോഫി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സാനിറ്ററി പാഡ്സ് ആണ്. എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സാനിറ്ററി പാഡാണ് സോഫി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ. അതിൽ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് അത് നല്ലോണം അബ്സോർബ് ചെയ്യും. പിന്നെ സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. പിന്നെ സ്റ്റിക്കർ, അതിൻ്റെ ഒരു സ്റ്റിക്ക് നമ്മൾ സാധാരണ പാൻറ്റീസിൽ ഇത് സ്റ്റിക്ക് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ചില ബ്രാൻഡിൻ്റെ മര്യാദയ്ക്ക് ഒട്ടി പിടിക്കില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ബൾക്കായിട്ട് നിൽക്കും. അപ്പോൾ അത് ഭയങ്കര അൺകംഫർട്ടബിൾ ആണ് നമുക്ക്. പ്രത്യേകിച്ച് ഇത് വെറ്റായി വരുന്ന സമയത്ത് ഭയങ്കര അൺകംഫർട്ടബിൾ ആണ് കറക്റ്റായിട്ട് സ്റ്റിക്കായിട്ട് ഇരുന്നിട്ടില്ലെങ്കിൽ. അപ്പോൾ അതിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു സോഫിയുടെ പാഡ്സ്. സോഫിയുടെ സാനിറ്ററി പാഡ്സ് പല സൈസിലും അവൈലബിൾ ആണ്. ഞാൻ പലതിൻ്റെയും വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അതെല്ലാം വിട്, സാനിറ്ററി പാഡ്സിൻ്റെ കാര്യം വിട്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കപ്പുമായിട്ടാണ്, മെൻസ്ട്രുവൽ കപ്സ്. അപ്പോൾ എത്ര പേര് മെൻസ്ട്രുവൽ കപ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അതെല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സംഭവമല്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത് സാനിറ്ററി പാഡ്സ് ആയിരുന്നു. ഞാൻ ആദ്യം സ്റ്റേ ഫ്രീൻ്റെ പാഡ്സാണ് യൂസ് ചെയ്തിരുന്നത്. പക്ഷേ സ്റ്റേ ഫ്രീൻ്റെ പാഡ്സിന് എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് തീരെ സ്റ്റിക്കി ആവുന്നുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ പാൻറ്റീസിൽ സ്റ്റിക്കി ആവുന്നുണ്ടായിരുന്നില്ല. അത് എപ്പോഴും ഇളകി പോകുമായിരുന്നു. എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടില്ല. ഞാൻ പിന്നെ വിസ്പറിലേക്ക് സ്വിച്ച് ചെയ്തു. പക്ഷേ ഞാൻ യൂസ് ചെയ്തത് വിസ്പറിൻ്റെ പാഡ്സാണ്. പക്ഷേ വിസ്പറിൻ്റെ പാഡ്സ് എനിക്ക് വളരെ അൺകംഫർട്ടബിൾ ആയിരുന്നു. ഞാൻ കുറച്ച് നാൾ അതായത് 7 ദിവസത്തെ സൈക്കിൾ ലെങ്ത് വരെ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും എനിക്ക് ആ ഭാഗത്ത് ഒരുപാട് കുരുക്കളും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. അത് വിസ്പർ എന്ന ബ്രാൻഡിൻ്റെ ഒരു മിസ്റ്റേക്ക് അല്ല കേട്ടോ. മേ ബി എൻ്റെ ഹെൽത്ത് അല്ലെങ്കിൽ എൻ്റെ സ്കിൻ ടൈപ്പ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ സോഫി എന്ന് പറഞ്ഞ ബ്രാൻഡ് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അന്ന് എല്ലാ സ്ഥലത്തും ഒന്നും സോഫി അവൈലബിൾ ആയിരുന്നില്ല. സൂപ്പർ മാർക്കറ്റിൽ മാത്രം ലഭിക്കുന്ന ഒരു ബ്രാൻഡായിരുന്നു സോഫി. ഇപ്പോൾ മെഡിക്കൽ ഷോപ്പുകളിലും ഓൺലൈനിലും ഒക്കെ അവൈലബിൾ ആണ്. അന്നത്തെ ഒരു കാലത്ത് ഞാൻ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു കാലത്ത് അതൊന്നും അവൈലബിൾ ആയിരുന്നില്ല. സോ ആ ഒരു ബ്രാൻഡ് ഞാൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കി. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല കംഫർട്ടബിൾ ആണ്, നല്ലപോലെ പാൻറ്റീസിൽ സ്റ്റിക്കി ആവുന്നുണ്ട്, ബ്ലഡ് നല്ലപോലെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പല സൈസുകളും XL, XL എല്ലാം അവൈലബിൾ ആയിരുന്നതുകൊണ്ട് എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് പിന്നെ ഞാൻ അതാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ സോഫി എന്ന് പറഞ്ഞ പാൻറ്റീസ് സാനിറ്ററി പാഡിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പല സൈസിൻ്റെയും വീഡിയോസ് എൻ്റെ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അത് പോയി കാണാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം അതായത് എനിക്ക് വളരെ ബ്ലീഡിങ് ഉള്ള ഒരാളാണ്. അപ്പോൾ ഒരുപാട് ബ്ലീഡിങ് ഉള്ള കാരണം എൻ്റെ ഡ്രസ്സ് വെറ്റാകുന്നതും ഞാൻ ഇരിക്കുന്ന പ്ലേസ്, അതായത് ഞാൻ ഇരിക്കുന്ന ചെയറോ അല്ലെങ്കിൽ ഞാൻ കിടന്നുറങ്ങുമ്പോൾ ബെഡോ വെറ്റാകുന്നത് ഒരു നിത്യ സംഭവമായിരുന്നു എൻ്റെ ലൈഫിൽ. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, എനിക്കിതിനൊരു വേറൊരു ഓപ്ഷൻ വേണമെന്ന് എപ്പോഴും ഞാൻ ചിന്തിച്ച് നോക്കാറുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് ഈ ഒരു മെൻസ്ട്രുവൽ കപ്സ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വരുന്നതും. പക്ഷേ അത് അറിഞ്ഞതിന് ശേഷം എനിക്കത് യൂസ് ചെയ്യാനുള്ളൊരു ധൈര്യം വരുന്നുണ്ടായിരുന്നില്ല. സോ ഒരു മെൻസ്ട്രുവൽ കപ്സൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഒരു 3 years അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു സംഭവം യൂസ് ചെയ്ത് നോക്കാം എന്ന് കരുതി യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിക്കുന്നത്. ഇത് വാങ്ങിക്കുമ്പോഴും ഇതെങ്ങനെയാണ് വാങ്ങിക്കേണ്ടത്, ഏത് സൈസാണ് ഞാൻ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻസ് നിങ്ങൾക്കും ഉണ്ടാകുമെന്ന് എനിക്കറിയാം. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻസ് എല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. എൻ്റെ ലൈഫിൽ ഈ ഒരു സംഭവം ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു അനുഭവം കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിത് വാങ്ങിക്കാനായിട്ട് പോയ സമയത്ത് 3 സൈസുകളിലാണ് ഈ ഒരു സംഭവം, അതായത് മെൻസ്ട്രുവൽ കപ്സ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. സ്മോൾ, മീഡിയം, ലാർജ്. ഇപ്പോഴും ഈ ഒരു സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ട് ഉള്ളത്. ഏത് ബ്രാൻഡിനെ നോക്കുകയാണെങ്കിലും സ്മോൾ, മീഡിയം, ലാർജ് എന്നീ സൈസുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഭാവിയിൽ
ഇതിൻ്റെ പല സൈസുകളും വരാനുള്ള സാധ്യതയുണ്ട്. ബ്രാ സൈസ് പോലെ തന്നെ പലരുടെയും വജൈനൽ സൈസ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പല സൈസുകളും ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ, മീഡിയം, ലാർജ് എന്നീ സൈസുകളാണ്. ഓക്കെ, അപ്പോൾ ഇതിലേത് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. അപ്പോൾ ഓരോ കമ്പനിയുടെയും ബ്രാൻഡ്, അതായത് എല്ലാ കമ്പനികളിലും ഒരേപോലെ പറയുന്നത് യൂസ് ചെയ്യേണ്ട ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അതായത് ഒരു മെഷറിങ് ക്രൈറ്റീരിയ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ ബ്രാൻഡും പറയുന്നത് ഈ ഒരു കാര്യത്തിൽ അവരെല്ലാവരും ഒത്തൊരുമയോടെ പറയുന്നത് സ്മോൾ യൂസ് ചെയ്യേണ്ടത് ടീനേജേഴ്സാണ്. അതായത് മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്ത കല്യാണം കഴിക്കാത്തത് എന്നവർ ഉദ്ദേശിക്കുന്നത് ഇതുവരയ്ക്കും ഇൻ്റർകോഴ്സ് ചെയ്യാത്ത പെൺകുട്ടികൾ യൂസ് ചെയ്യേണ്ട സൈസാണ് സ്മോൾ എന്ന് പറയുന്നത്. ഇൻ്റർകോഴ്സ് ചെയ്ത കുട്ടികൾ, അതായത് മാരീഡ് ആയിട്ടുള്ള പെൺകുട്ടികൾ യൂസ് ചെയ്യേണ്ട സൈസാണ് മീഡിയം എന്ന് പറയുന്നത്. ഇതിന് ശേഷം, അതായത് കല്യാണത്തിന് ശേഷം ഒരു കുട്ടിയോ 2 കുട്ടിയോ 3 കുട്ടികളോ ആയിട്ടുള്ള, അതായത് ഒരു ബർത്ത് കഴിഞ്ഞിട്ടുള്ള അമ്മമാർ യൂസ് ചെയ്യേണ്ട സൈസാണ് ലാർജ് എന്ന് പറയുന്നത്. ഇതാണ് എല്ലാ ബ്രാൻഡുകാരും കോമൺ ആയിട്ട് പറയുന്ന ഒരു സൈസിങ് കാറ്റഗറി. ഓക്കെ, അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ആ ഒരു ടൈമിൽ ചൂസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ യൂസ് ചെയ്യേണ്ടത് മീഡിയമാണ്. കാരണം ഞാൻ അപ്പോൾ മാരീഡ് ആയിരുന്നു, പക്ഷേ എനിക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. സോ ഞാൻ ഇവർ പറഞ്ഞ ഈ ഒരു സംഭവം ഫോളോ ചെയ്ത് ഞാൻ മീഡിയമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കത് ഇൻസേർട്ട് ചെയ്യാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് വളരെ കഷ്ടപ്പെട്ട് ഞാൻ എങ്ങനെയോ കയറ്റിയതിന് ശേഷം എനിക്കത് വളരെ അൺകംഫർട്ടബിളായി, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ഇറിറ്റേഷനായിരുന്നു, ഭയങ്കര പെയിൻഫുള്ളായിരുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ബ്രാൻഡിൻ്റെ ക്രൈറ്റീരിയ ഇങ്ങനെയാണെങ്കിലും നിങ്ങൾ എപ്പോഴും ഇത് ആദ്യമായിട്ടാണ് മെൻസ്ട്രൽ കപ്സ് യൂസ് ചെയ്യുന്നത് എങ്കിൽ വാങ്ങിക്കേണ്ട സൈസ് സ്മോൾ ആണ്. നിങ്ങൾ ആദ്യം സ്മോൾ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കൂ. ഇതെങ്ങനെയാണ്, ഇതിൻ്റെ സംഭവം എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് ബ്ലീഡിങ് കൂടുതലാണ് എന്ന് തോന്നുകയാണ്, അല്ലെങ്കിൽ ഇത് ലീക്ക് അടിക്കുന്നുണ്ട്, ഇതിൽ ബ്ലഡ് സ്റ്റോർ ചെയ്യാനുള്ള സൈസ് വളരെ ചെറുതാണ്, ഇതിലും കൂടുതൽ ബ്ലഡ് എനിക്ക് വരുന്നുണ്ട്, ഇതിലും വലുതാണ് എൻ്റെ വെജൈന, ഇത് കുറച്ച് ലൂസാണ്, കറക്റ്റായിട്ട് ഫിറ്റായിട്ട് ഇരിക്കുന്നില്ല എന്നൊക്കെ തോന്നുകയാണെങ്കിൽ മാത്രം മീഡിയം സൈസിലേക്ക് പോവുക. ലാർജ് സൈസൊന്നും നിങ്ങൾ ആദ്യമേ ഒരിക്കലും വാങ്ങിക്കാനേ പോകരുത്. ഞാൻ പറയുന്നത് ഇപ്പോൾ കുട്ടികളുള്ള അമ്മമാർ യൂസ് ചെയ്യേണ്ടത് ലാർജ് സൈസ് എന്നാണ് പറയുന്നത്. ആദ്യമേ നിങ്ങൾ പോയി ലാർജ് സൈസ് വാങ്ങിച്ചാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് അത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. വളരെ ബുദ്ധിമുട്ടായിരിക്കും, വളരെ പെയിൻഫുൾ ആയിരിക്കും, അൺകംഫർട്ടബിൾ ആയിരിക്കും. സോ അതിന് തുനിയാതിരിക്കുക. എപ്പോഴും സ്മോൾ ഒരെണ്ണം വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അടുത്ത ഗ്രേഡുകളിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാവുന്നതാണ്. സോ ഇനി ഇത് എങ്ങനെ ഇൻസേർട്ട് ചെയ്യണമെന്നുള്ളതാണ് അടുത്ത കൺഫ്യൂഷൻ. അപ്പോൾ പല മെത്തേഡ്സ് യൂട്യൂബിലൂടെയും അല്ലെങ്കിൽ ഇവരുടെ ബ്രാൻഡുകളിലൂടെയും പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് വഴിയൊക്കെ അറിയുന്ന ഒരുപാട് മെത്തേഡ്സ് ഉണ്ടാകും. പക്ഷേ ഈ ഒരു മെത്തേഡ്സ് ഒന്നും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിരിക്കണം എന്നില്ല. ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനും അതുപോലെ തന്നെ ഇത് ഇൻസേർട്ട് ചെയ്യേണ്ട മെത്തേഡും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് ഞാൻ എങ്ങനെയാണ് എൻ്റെ മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷെ അതെനിക്ക് കാണിച്ചു തരാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇത് നിങ്ങൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് യൂസ്ഫുൾ ആയിരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ പൊസിഷനിലാണ് കംഫർട്ടബിൾ ആയിട്ട് അത് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്റ്റൈല് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു മെൻസ്ട്രൽ കപ്പ് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു എന്താ പറയുക, പൗച്ചിലാണ് ഈ ഒരു സംഭവം ഉണ്ടാവുക. ഇങ്ങനെയാണ് ഈ ഒരു സാധനം ഇതിൽ ഇരിക്കുന്നത്, കാണുന്നുണ്ടല്ലോ. ഇതിപ്പോൾ ലാർജ് സൈസാണ്. ലാർജ് സൈസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇത്ര വരും. ഇത് വൈറ്റ് കളറിലാണ്. ഓരോ ബ്രാൻഡിനും കളർ വ്യത്യാസമായിരിക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ കാണിച്ചത് കാർമസ്റ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് ഞാനിപ്പോൾ കാണിച്ച മെൻസ്ട്രൽ കപ്പ്. ഇതിൻ്റെ ലാർജ് സൈസ് വരുന്നത് വൈറ്റ് ഷെയ്ഡിലാണ്. അപ്പോൾ വൈറ്റ് കളറിലാണ് ഈ ഒരു സൈസ് വരുന്നത്. ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ലാർജാണ്. ഇതിൽ 7.5 ml കാണുന്നുണ്ടല്ലോ, അതുപോലെ 15 ml, മാക്സിമം 20 ml വരെ ബ്ലഡ് സ്റ്റോർ ചെയ്യാനുള്ളൊരു കപ്പാസിറ്റിയാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ ഒരുപാട് ഹോൾസ് ഇട്ടിട്ടുണ്ട്. അതായത് എയർ പോകാൻ വേണ്ടി നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഹോൾസ് അവർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങനെയൊരു ഇത്രയും പോർഷനാണ് നമ്മുടെ ഔട്ട്സൈഡ് നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും സാധനം നമ്മുടെ ഇൻസൈഡിൽ പോയിട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് ഇൻസേർട്ട് ചെയ്യുന്ന ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ ഞാൻ ഇരുന്നിട്ടാണ് ചെയ്യാറുള്ളത്. അതായത് ബാത്റൂമിൽ ഇരുന്നതിന് ശേഷം ഇതെങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അതായത് ഇങ്ങനെ നമ്മൾ ഈ ഒരു സംഭവം കയ്യിലെടുത്തതിന് ശേഷം ഈ ഒരു ഇൻഡെക്സ് ഫിംഗർ വെച്ചിട്ട് ഇത് നടുക്ക് ബെൻഡ് ചെയ്യുക. ബെൻഡ് ചെയ്തതിന് ശേഷം മറ്റ് 2 കൈകളും വെച്ച് ഇത് ഹോൾഡ് ചെയ്തതിന് ശേഷം ഈ ഇൻഡെക്സ് ഫിംഗർ മെല്ലെ റിലീസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഷേപ്പിലായിരിക്കും നിങ്ങൾക്കിത് കിട്ടുന്നുണ്ടാവുക.
ഈ ഒരു ഷേപ്പിലാണ് ഈ സംഭവം ഉണ്ടാവുക. ഇത് നിങ്ങൾ നിങ്ങളുടെ വജൈനിലേക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഈ 2 വിരലുകളും മെല്ലെ റിലീസ് ചെയ്യുക. അപ്പോൾ ടക്ക് എന്ന് പറഞ്ഞൊരു ശബ്ദം കേട്ട് ഇത് ഓപ്പൺ ആയിട്ടുണ്ടാവും. ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ഇത് കംഫർട്ടബിളായി എയർ ഒന്നും ഇല്ലാതെ കംഫർട്ടബിളായി ഇരിക്കുന്നുണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഒരിക്കലും ഇതൊന്നും പിടിച്ച് ഈ സാധനം പിടിച്ച് വലിച്ചു നോക്കരുത് കേട്ടോ, അതൊക്കെ മോശമാണ്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾ ജസ്റ്റ് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് എല്ലാം ഓപ്പൺ ആയിട്ടില്ല, എയർ കണ്ടൻറ്റ് ഒന്നും ഇല്ലല്ലോ എന്ന് ചെക്ക് ചെയ്യുക. ഇത്ര മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇത് ഒന്നുകൂടി കാണിച്ചു തരാം. ഇങ്ങനെ വെക്കുന്നു, ഇൻഡെക്സ് ഫിംഗർ വെച്ച് ഒന്ന് തള്ളി കൊടുക്കുന്നു, ഈ 2 കൈ കൊണ്ട് ഹോൾഡ് ചെയ്യുന്നു, ഇൻഡെക്സ് ഫിംഗർ റിലീസ് ചെയ്യുന്നു, ഇങ്ങനെ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് കിട്ടും. ഇത് അങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നു. ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു പൊസിഷനിൽ നമ്മൾ ഇരുന്നതിന് ശേഷം മെല്ലെ ഇത് റിലീസ് ചെയ്യുന്നു. ടക്ക് എന്ന് പറഞ്ഞ ശബ്ദത്തോടു കൂടി ഇത് ഓപ്പൺ ആവുന്നു. ഓപ്പൺ ആയ ശേഷം നമ്മൾ എയർ വല്ലതുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഇതൊന്ന് റോൾ ചെയ്ത് ഞെക്കി നോക്കുന്നു. ഇപ്പോൾ കംഫർട്ടബിളായിട്ട് ഇത് അതിൽ ഇരുന്ന് കഴിഞ്ഞു. ഇനി ഊരുന്ന സമയത്ത് ജസ്റ്റ് നമ്മൾ വിരൽ ഇങ്ങനെ മെല്ലെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം മെല്ലെ ഇങ്ങനെ ഒന്ന് പിടിച്ചതിന് ശേഷം മെല്ലെ വലിച്ച് ഊരുക. മെല്ലെ പിടിച്ച് വലിച്ച് ഊരുക. ഒരിക്കലും ഇതൊന്നും പിടിച്ചിട്ട് വലിച്ചൂരാൻ ശ്രമിക്കരുത്, എന്തൊക്കെ ഊരി വരുന്നത് നമുക്കറിയാൻ പറ്റില്ല. സോ കംഫർട്ടബിളായിട്ട് തന്നെ ഊരുക. അപ്പോൾ മെൻസ്ട്രുവൽ കപ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് മെൻസ്ട്രുവൽ കപ്സ് ഉണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ എന്താ പറയുക ബെഡ് വെറ്റാകുകയോ ഡ്രസ്സ് വെറ്റാകുകയോ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് സ്വിമ്മിങ് കോമ്പറ്റീഷനോ സ്വിമ്മിങ്ങിനോ ഒക്കെ പങ്കെടുക്കുക. ഒരു വിധത്തിലും ലീക്കിംഗ് ഉണ്ടാവില്ല. അതുകൊണ്ട് എന്താ പറയുക വാട്ടർ ആക്ടിവിറ്റീസ്, വാട്ടർ അഡ്വാൻറ്റേജസിൽ ഒക്കെ നിങ്ങൾക്ക് കൂളായിട്ട് പങ്കെടുക്കാവുന്ന ഒരു സംഭവം കൂടിയാണ് മെൻസ്ട്രുവൽ കപ്സ് യൂസ് ചെയ്താൽ. ഇതൊന്നും സാനിറ്ററി പാഡ്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് സാധിക്കുന്നതല്ല. ഇനി വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഈ ഒരു മെൻസ്ട്രുവൽ കപ്സ് യൂസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചോ സൈസിനെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഞാൻ തീർച്ചയായിട്ടും അതിനുള്ള മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഇത് ഒരിക്കൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സാനിറ്ററി പാഡിൻ്റെ കാര്യം ചിന്തിക്കുക പോലുമില്ല എന്നുള്ള കാര്യം 100% ഞാൻ ഗ്യാരണ്ടി തരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനിയൊരു കാലഘട്ടം എന്ന് പറയുന്നത് എല്ലാവരും സാനിറ്ററി പാഡ്സ് അവോയ്ഡ് ചെയ്ത് കപ്സിലേക്ക് തന്നെ വരുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇത് വളരെ കംഫർട്ടബിളാണ്, ലീക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്, പിന്നെ പ്രൈസ് അഫോർഡബിൾ ആണ്. ഇപ്പോൾ ഈ ഒരു ബ്രാൻഡിൻ്റെ കാമസ്റ്റിൻ്റെ ഈ ഒരു ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 399 റുപ്പീസാണ്. എനിക്ക് ഓഫറിന് 300 റുപ്പീസിനത് ആണ് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യമല്ലേ എന്ന്. അപ്പോൾ ഞാൻ പറയും അല്ലാന്ന്. കാരണം വെച്ചാൽ നമ്മൾ മന്ത്ലി ഒരു പാഡിൻ്റെ പാക്കറ്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് മാക്സിമം പോയാൽ ഒരു 50 റുപ്പീസ് ആയിരിക്കും. എല്ലാ മന്തും നിങ്ങളിത് ഇൻവെസ്റ്റ് ചെയ്യണം. എല്ലാ മന്തും എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് ലോങ്, എനിക്ക് തോന്നുന്നു ഒരു 45-50 ഇയേഴ്സ് വരെയാണ് നമ്മുടെ പീരീഡ്സ് ഉണ്ടാവുക. അത്രയും വർഷത്തോളം നിങ്ങൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അത് മന്ത്ലി സ്പെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. പക്ഷേ ഇതിൻ്റെ കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ ഒരിക്കൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പെർഫെക്റ്റ് സൈസ് കണ്ടുപിടിച്ച് ഇത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 300 രൂപയോളമാണ് ഒരു പീസിന് വരിക. ഇത് നിങ്ങൾക്ക് 5 വർഷത്തോളം അല്ലെങ്കിൽ 10 വർഷത്തോളം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് സിലിക്കൺ മെറ്റീരിയലാണ്. മിക്ക ബ്രാൻഡുകളും 5 വർഷത്തെ ഗ്യാരണ്ടി, ഐ മീൻ 5 വർഷം യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ചില ബ്രാൻഡുകൾ 10 വർഷം യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും നല്ലത് 5 വർഷം മാക്സിമം യൂസ് ചെയ്യുന്നതാണ്. 5 വർഷം കഴിഞ്ഞാൽ ഇത് കളയുക, പുതിയൊരെണ്ണം വാങ്ങിക്കുക. ഓക്കെ, ഇതേ ബ്രാൻഡിൻ്റെ വാങ്ങിക്കാൻ, നിങ്ങൾക്ക് വേറെ ബ്രാൻഡ് വേണമെങ്കിൽ വേറെ ബ്രാൻഡ് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് എടുത്തു വയ്ക്കുന്നതും യൂസ് ചെയ്യും, ഐ മീൻ ഈ റീയൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് 8 ദിവസത്തെ പീരീഡ്സ് ആണ് മിക്കവർക്കും ഉണ്ടാവുക. ചിലർക്ക് 6ാമത്തെ ദിവസവും 7ാമത്തെ ദിവസവും തീരുന്നതായിരിക്കും. പിന്നെ പാൻറ്റി ലൈനർ യൂസ് ചെയ്യുന്നവരുണ്ട്. സോ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ പീരീഡ്സ് എംപ്റ്റി ആയി എന്ന് ഉറപ്പായതിനു ശേഷം ഇത് നല്ലതുപോലെ വാഷ് ചെയ്ത് നല്ല സ്റ്റീം, അതായത് തിളയ്ക്കുന്ന വെള്ളത്തിൽ ഇടുക. തിളയ്ക്കുന്ന വെള്ളത്തിൽ ഇത് ഇട്ട് ഒരു 5 മിനിറ്റോളം ഇത് തിളപ്പിക്കുക. നല്ല പോലെ തിളപ്പിക്കുക. ഫുള്ളായിട്ട് മുങ്ങിക്കിടക്കണം. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് തിളച്ച വെള്ളം ഉണ്ടായിരിക്കണം. ഇതിൻ്റെ മുകളിലും, അതായത് ഇത്രയും ലെവലിൽ ഇത് നല്ലപോലെ മുങ്ങിക്കിടക്കാവുന്ന രീതിയിൽ തിളച്ച വെള്ളത്തിൽ ഇത് 5 മിനിറ്റോളം തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം നല്ല തുണി വെച്ച്, നല്ല തുണി എന്ന് വെച്ചാൽ നീറ്റായിരിക്കണം ക്ലോത്ത്, ചീഞ്ഞ തുണി ഒന്നും വെച്ച് തുടയ്ക്കരുത്. കാരണം ഇത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതാണ്, ഇൻസൈഡിൽ ഇൻസേർട്ട് ചെയ്യുന്നതാണെന്ന് എപ്പോഴും ബോധം ഉണ്ടായിരിക്കണം. സോ നല്ല ക്ലോത്ത് വെച്ച് ഇത് നല്ലപോലെ വൈപ്പ് ചെയ്ത് ഡ്രൈ ആക്കിയതിന് ശേഷം ഈ ഒരു ക്ലോത്തിൽ ഇട്ട് അടച്ച് നമ്മൾ ഇവർ തന്നിരിക്കുന്ന ഈ ബോക്സിൽ സൂക്ഷിക്കുക. അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് നെക്സ്റ്റ് മന്ത് പീരീഡ്സ് ആകുന്ന സമയത്ത് ഇത് ഓപ്പൺ ചെയ്യുക, ഇത് എടുക്കുക. എടുത്തതിന് ശേഷം അപ്പാടെ കയറി
കുത്തിക്കയറ്റാൻ പോകരുത്. ഇത് തിളച്ച വെള്ളത്തിൽ ഇട്ട് ഒരു 5 മിനിറ്റ് പോലെ 5 മിനിറ്റോളം ഇത് നല്ലതുപോലെ ഒന്ന് സാനിറ്റൈസ് ചെയ്യുക. തിളപ്പിച്ചതിന് ശേഷം ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രം രണ്ടാമത് യൂസ് ചെയ്യുക. നിങ്ങൾ ഓരോ പ്രാവശ്യവും മെൻസ്ട്രൽ സൈക്കിൾ കഴിയുമ്പോൾ, അതായത് ഓരോ മാസവും മെൻസ്ട്രൽ സൈക്കിൾ കഴിയുമ്പോൾ 28 അല്ലെങ്കിൽ 28-നും 35-നും ഇടയിലാണ് മിക്കവർക്കും സൈക്കിൾ ലെങ്ത് ഉണ്ടാവുക. ചിലവർക്ക് 8 ദിവസം കൊണ്ട് തീരാറുണ്ട്, ചിലവർക്ക് 6 ദിവസം കൊണ്ട് തീരാറുണ്ട്, ചിലർക്ക് 3 ദിവസം മാത്രമേ പീരീഡ്സ് ഉണ്ടാവാറുള്ളൂ. സോ അത് ഡിപ്പെൻസ് ആണ്. സോ എത്ര ദിവസമാണോ പീരീഡ്സ് ഉള്ളത്, ഒരു മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ വരുന്നവരുണ്ട്. ഇപ്പോൾ 28 ദിവസത്തെ സൈക്കിളൊക്കെ ആണെങ്കിൽ ഒരു മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ ചിലവർക്ക് പീരീഡ്സ് ആവാറുണ്ട്. സോ അത് ഡിപ്പെൻസ് അനുസരിച്ച് നിങ്ങളിത് വാഷ് ചെയ്ത് നല്ലതുപോലെ കീപ്പ് ചെയ്യാം. പിന്നെ ഓരോ പ്രാവശ്യവും നിങ്ങളിത് ഊരി ബ്ലഡ് കളഞ്ഞ് രണ്ടാമത് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് രണ്ടാമത് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സോപ്പ് ഇട്ട് ഇത് കഴുകിയതിന് ശേഷം രണ്ടാമത് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. അതായത് ഈ 8 ദിവസം യൂസ് ചെയ്യുന്നത്തെ കാര്യമാണ് പറയുന്നത്. നമ്മൾ ഓരോ പ്രാവശ്യം ഇത് ബ്ലഡ് കളഞ്ഞ് പിന്നെയും ഇൻസേർട്ട് ചെയ്യണമല്ലോ, 3-4 പ്രാവശ്യം ഇൻസേർട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കൊരു പെർ ഡേ 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യമാണ് ഞാൻ ഇൻസേർട്ട് ചെയ്യേണ്ടി വരാറ്, എനിക്ക് ബ്ലഡ് കൂടുതലുള്ളതുകൊണ്ട്. പക്ഷെ മിക്കവർക്കും മാക്സിമം 2 ടൈംസ് ഒക്കെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ട ആവശ്യം വരാറുള്ളൂ ബ്ലഡ് കുറവുള്ളവർക്ക്. അപ്പോൾ അങ്ങനെ റീയൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെപ്പോഴും ഒരു സോപ്പിട്ട് കഴുകുക, അല്ലെങ്കിൽ സോപ്പിട്ട് കഴിയില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ആ ബ്ലഡ് പോകുന്ന വിധത്തിൽ നല്ലപോലെ വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് രണ്ടാമത് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ബ്രാൻഡിൻ്റെ കണ്ടല്ലോ, ഇത് നല്ലൊരു ഓപ്ഷനാണ്. കാർമിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെയാണ്. 399 റുപ്പീസാണ് ഇതിന് വരുന്നതെങ്കിൽ കൂടിയും ഇത് 300 എനിക്ക് ലഭിച്ചത്. നൈക്കയെന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് നൈക്കയെന്നോ ആമസോണിനോ ഫ്ലിപ്കാർട്ടിനോ ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ മെഡിക്കൽ ഷോപ്പുകളിൽ മെൻസ്ട്രൽ കപ്സ് അവൈലബിൾ ആണ്, സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അന്നത്തെ കാലത്ത്, അതായത് ഞാൻ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഓൺലൈനിൽ മാത്രമേ അവൈലബിൾ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. സോ ഇപ്പോൾ വാങ്ങിക്കാൻ വളരെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഏത് ബ്രാൻഡ് യൂസ് ചെയ്താലും എല്ലാത്തിൻ്റെയും നല്ലൊരു ബ്രാൻഡ് യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ എല്ലാ ബ്രാൻഡിൻ്റെയും സെയിം തന്നെയാണ്. സിലിക്കൺ മെറ്റീരിയൽ തന്നെയാണ്, കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനം തന്നെയാണ്. ഇനി ഞാൻ വേറൊരു ബ്രാൻഡിനെ കാണിച്ചു തരാം. സെയിം ലാർജ് സൈസിൻ്റെ തന്നെയാണ് ഇത്. സീറോണ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. പാഡ് ഫ്രീ പീരീഡ്സ് എന്നാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് നല്ല രസമുണ്ട്. ലാവൻഡർ ഷെയ്ഡിലാണ് ഒരു കപ്പ് വരുന്നത്. ലാർജ് സൈസാണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ ഒരു പേപ്പർ ബാഗിലാണ് വരുന്നത്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെയൊരു കവറിലാണ് ഈ ഒരു സംഭവം വരുന്നത്. ഇത് ക്ലോത്തിൻ്റെ മെറ്റീരിയൽ, ക്ലോത്താണിത്. ക്ലോത്തിൻ്റെ പൗച്ചിലാണ് വരുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ പേപ്പർ ബാഗാണ്. സോ പേപ്പർ ബാഗിൽ ക്ലോത്തിൻ്റെ മെറ്റീരിയലാണ് ഇത് വരുന്നത്. ഇതിൽ ലാവൻഡർ ഷെയ്ഡിലാണ് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് അവരുടെ ബ്രാൻഡ് ഇറക്കുന്നത്. ഇത് വന്നിട്ട് ലാർജ് സൈസാണ്. നേരത്തെ കാണിച്ച പോലെ തന്നെ 20 ml ആണ് ഇതിൽ ബ്ലഡ് ഹോൾഡ് ചെയ്യാൻ പറ്റുക. ഇതിൻ്റെ 4 സൈഡും അവർ ഹോൾസ്, എയർ പോകാൻ വേണ്ടി ഹോൾസ് ഇട്ടിട്ടുണ്ട്. ഇതിന് ഇങ്ങനെ ഒരു പമ്പ് അവർ കൊടുത്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ രണ്ടും തമ്മിൽ ഒരുമിച്ച് കമ്പയർ ചെയ്ത് കാണിച്ചു തരാം. 2 സെയിം ആണ്, സൈസ് ഒരേ സൈസാണ്. കളറിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ, അല്ലാതെ ഷേപ്പിലോ മറ്റു കാര്യങ്ങളിലോ ഒന്നും മാറ്റം വരുന്നില്ല. കാണുന്നുണ്ടല്ലോ, രണ്ടും ലാർജ് സൈസാണ്, സെയിം സൈസാണ്. ഡിസൈൻ പോലും സെയിം ഡിസൈനാണ്, യാതൊരു വ്യത്യാസവും വരുന്നില്ല. കളറിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. കാണുന്നുണ്ടല്ലോ, ഇത് വൈറ്റ് ആണ്, ഇത് ലാവൻഡർ ഷെയ്ഡാണ്. കളറിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. ഇതിൻ്റെ സൈസും കാര്യങ്ങളൊന്നും മാറ്റാൻ പറ്റില്ല. ഷേപ്പും കാര്യങ്ങളൊന്നും മാറ്റാൻ പറ്റില്ല. കാരണം എല്ലാവരുടെയും വജൈനൽ ഷേപ്പ് സെയിം ആയതുകൊണ്ട് ഷേപ്പിലൊന്നും ഒരു മാറ്റവും വരില്ല. എപ്പോഴും ഇതിൻ്റെ കളറിൽ മാത്രമേ മാറ്റം വരുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാ ബ്രാൻഡും സെയിം തന്നെയായിരിക്കും. നിങ്ങൾക്ക് വില കംഫർട്ടബിൾ ആയിട്ടുള്ളത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റേഞ്ച് വരുന്നത് ഇത് 399 റുപ്പീസിനാണ് ഈ ഒരു പാഡും വരുന്നത്. ഇത് 399 300 റുപ്പീസിനാണ് കിട്ടിയത്. നൈക്കയെന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഈ 2 പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഷേപ്പ്, കളറും വരുന്നത്. കാണുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് സാനിറ്ററി പാഡ്സ് സ്കിപ്പ് ചെയ്ത് ഈ ഒരു മെൻസ്ട്രൽ കപ്സിലേക്ക് വരാം. ഒരുപാട് കംഫർട്ടബിൾ ആണ്. വെറ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും, ഞാൻ എല്ലാം പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഊഹം. എങ്ങനെ സൈസ് സെലക്ട് ചെയ്യണം, എങ്ങനെ ഇത് ക്ലീൻ ചെയ്യണം, എങ്ങനെ ഇത് റീയൂസ് ചെയ്യണം. 5 വർഷം മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം നിങ്ങൾ പുതിയ ഇത് വാങ്ങിക്കുക. കാരണം വെച്ചാൽ ഇത് അപ്പോഴേക്കും കുറേ ഡേർട്ടി ആയിട്ടുണ്ടാകും. നമ്മൾ വീണ്ടും കഴുകി യൂസ് ചെയ്യല്ലേ, ബ്ലഡൊക്കെ ആവുന്നതല്ലേ. സോ മാക്സിമം 5 ഇയേഴ്സ് വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. 5 ഇയേഴ്സിന് 300 റുപ്പീസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ലാഭമാണ്. കാരണം വെച്ചാൽ സാനിറ്ററി പാഡ് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം മന്ത്ലി വാങ്ങിക്കണം.
ഒരു വർഷത്തിന് തന്നെ നല്ലൊരു എമൗണ്ട് വരും. അപ്പോൾ 5 വർഷത്തിനുള്ള എമൗണ്ട് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതായിരിക്കും ലാഭം എന്നുള്ളത്. സോ നിങ്ങൾക്ക് അങ്ങനെ വാങ്ങിക്കാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ മിസ്റ്റേക്കോ കാര്യങ്ങളോ വരികയോ അല്ലെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നോളേജ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ അത് മറ്റുള്ളവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ലിങ്കും മറ്റു കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും, നിങ്ങൾക്ക് വാങ്ങിക്കാം. ഈ ഒരു ബ്രാൻഡിൽ നിന്ന് മാത്രമല്ല കേട്ടോ, ഒരുപാട് ബ്രാൻഡുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ആദ്യം വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ബ്രാൻഡ്, ഐ മീൻ ഇയേഴ്സ് ബാക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ബ്രാൻഡ് ഈ സിനോറ എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാൻഡാണ്. ഇത് ഒരുപാട് മുമ്പേ ഉള്ള ബ്രാൻഡാണ്. ഞാൻ കുറേ കാലങ്ങളായി, വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ബ്രാൻഡാണ്. അപ്പോൾ ഞാൻ വേറൊരു ബ്രാൻഡ് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രാൻഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കാർമിസ്റ്റിൻ്റെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ബ്രാൻഡ് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മെൻസ്ട്രുവൽ കപ്സിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.